നമസ്കാരം, എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. മകരം രാശിക്കാരെ, സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം ഈ മാസം ഒരേ സമയം ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവയുടെ ശക്തമായ അനുകൂല സ്വാധീനം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ സൂര്യനും കേതുവും ചേർന്നുള്ള സ്വാധീനം ചില കാര്യങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം ഏത് സമയത്താണ് ഭാഗ്യം കൂടുതൽ ശക്തമാകുന്നത്, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എന്ത് മാറ്റമാണ് വരുന്നത്, ബന്ധങ്ങളിൽ എന്ത് ശ്രദ്ധിക്കണം, ആരോഗ്യകാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം. മകരം രാശിക്കാർക്ക് ഈ മാസം മൊത്തത്തിൽ മുന്നേറ്റത്തിനുള്ള സാധ്യതയുള്ള മാസമാണ്. ബുധൻ ശക്തമായി നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയും ശുക്രൻ്റെ ശക്തിയും പല മേഖലകളിലും സഹായകരമാകും. പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് വഴി തുറക്കാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. സെപ്റ്റംബർ 17 ശേഷം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി തുടങ്ങും. അതുകൊണ്ട് ആദ്യ പകുതി ശ്രദ്ധയോടെ, രണ്ടാം പകുതി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. മകരം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ. ശുക്രൻ ശക്തമായി നിൽക്കുന്നതിനൊപ്പം 10ാം ഭാവവുമായി ബന്ധപ്പെട്ട തൊഴിൽ, കരിയർ കാര്യങ്ങളിലും സ്വാധീനം ലഭിക്കുന്നു. അതുകൊണ്ട് ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. ജോലി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട്സ് ലഭിക്കാനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഫലങ്ങൾ കൂടുതൽ പ്രകടമാകും. നിങ്ങൾക്ക് ഏറെ നാളായി ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാസം അതിനുവേണ്ടി ശ്രമം നടത്തുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നത് മകരം രാശിക്കാർക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഇൻഫ്ലുവൻസ് പോലെ പ്രവർത്തിക്കാം. തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങൾ, തീരുമാനങ്ങൾ എന്നിവയിൽ അനുഭവസമ്പന്നരായ ആളുകളുടെ സഹായം ലഭിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യത്തിൽ മറ്റൊരാളുടെ സഹായം ലഭിക്കുകയും അതിലൂടെ കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ മാസം എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്ത ഒഴിവാക്കുക. ശരിയായ ആളുകളുടെ അഡ്വൈസ് സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം ലഭിക്കും. മകരം രാശിക്കാർക്ക് ഈ മാസം ബുധൻ്റെ സ്ഥാനം വളരെ ശ്രദ്ധേയമാണ്. ബുധൻ 9ാം ഭാവത്തിൽ വരുന്നത് പഠനം, ഹയർ നോളജ്, യാത്ര, ഭാഗ്യം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സഹായകരമാകാം. സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് നല്ല സമയം. എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. ബുധൻ്റെ ദൃഷ്ടി ശനിയിലേക്കും വരുന്നു. ഇത് മകരം രാശിക്കാർക്ക് ഡിസിപ്ലിനും പ്രാക്ടിക്കൽ തിങ്കിങ്ങും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാധീനമായി കാണാം. ഇത്രയും നാൾ നീണ്ടുപോയ ഒരു കാര്യത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലിയിൽ പെൻഡിങ് ആയിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്, ആപ്ലിക്കേഷൻസ് എന്നിവയിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക. വേഗത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൃത്യമായി ചെയ്യുന്നതാണ് ഈ മാസം കൂടുതൽ ഗുണം ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട ഭാഗം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ സൂര്യനും കേതുവും ചേർന്നുള്ള സ്വാധീനം ഉള്ളതിനാൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറയാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് തെറ്റായി മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 തവണ ചിന്തിക്കുക. പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് ഈഗോ ക്ലാഷസ് ഒഴിവാക്കുന്നത് നല്ലതാണ്. കേതുവിൻ്റെ 8ാം ഭാവസ്ഥാനം ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതായി ജ്യോതിഷത്തിൽ കാണാറുണ്ട്. അതുകൊണ്ട് മകരം രാശിക്കാർ ഈ മാസം റിസ്ക് എടുത്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അറിയാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പരിശോധിക്കുക. പെട്ടെന്ന് കിട്ടുന്ന വലിയ ലാഭമെന്ന വാഗ്ദാനം കേട്ട് തീരുമാനമെടുക്കരുത്. ശ്രദ്ധയോടെ നീങ്ങിയാൽ ഈ സ്വാധീനം വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. ഇനി രാഹു 2ാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. പണം വരും, പക്ഷേ ചിലവ് നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിലും ഇമ്പൾസീവ് സ്പെൻഡിങ്ങിലും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട. ഉറക്കം, ഭക്ഷണം, വെള്ളം കുടിക്കൽ എന്നിവയൊക്കെ ശ്രദ്ധിക്കുക. തുടർച്ചയായോ ശക്തമായോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഇനി പ്രത്യേകിച്ച് സെപ്റ്റംബർ 2ാം പകുതി കൂടുതൽ പ്രയോജനപ്പെടുത്തുക.
പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാം. ജോബ് അന്വേഷിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് കണക്ഷൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അവസരം വരുന്നത് മാത്രം പോരാ, അത് ശരിയായ സമയത്ത് ഉപയോഗിക്കണം. അതുകൊണ്ട് സെപ്റ്റംബർ 17 ശേഷം വരുന്ന അവസരങ്ങളെ സീരിയസ് ആയി കാണുക. സാമ്പത്തികമായി ഈ മാസം മിതമായ രീതിയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. വരുമാനം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ലഭിക്കാം. കഴിഞ്ഞുപോയ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ചിലർക്ക് ഉണ്ടാകാം. പക്ഷേ രാഹുവിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ വലിയ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. സേവിങ്സിന് പ്രാധാന്യം നൽകുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അത് വലുതാകാതെ സംസാരിച്ച് പരിഹരിക്കുക. ബുധൻ്റെ അനുകൂല സ്വാധീനം പഠന കാര്യങ്ങളിൽ സഹായകരമാണ്. പഠനം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും റുട്ടീൻ ഉണ്ടാക്കുക. എക്സാം, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന സമയമാണ്. സെപ്റ്റംബർ 1 മുതൽ 17 വരെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. സെപ്റ്റംബർ 17 ശേഷം കൂടുതൽ ക്ലാരിറ്റിയും അവസരങ്ങളും കിട്ടും. പ്രത്യേകിച്ച് കരിയർ, ബിസിനസ്, ഫിനാൻസ്, റിലേഷൻഷിപ്പ് എന്നീ മേഖലകളിൽ രണ്ടാം പകുതി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ശുക്രൻ്റെ ശക്തിയും ബുധൻ്റെ അനുകൂല സ്വാധീനവും ഗുരുവിൻ്റെ പിന്തുണയും ചേർന്ന് കാര്യങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യത നൽകുന്നു. അപ്പോൾ മകരം രാശിക്കാരെ, സെപ്റ്റംബർ മാസം മുഴുവനായി മോശമായ ഒരു മാസമല്ല. ആദ്യ പകുതിയിൽ കുറച്ച് ശ്രദ്ധ വേണം. പക്ഷേ രണ്ടാം പകുതിയിൽ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർ, കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, പഠിക്കുന്നവർ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു കാര്യം മാത്രം ഓർക്കുക, ആദ്യ പകുതിയിൽ ക്ഷമിക്കുക, രണ്ടാം പകുതിയിൽ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.